അബ്ദുൽ കലാം നല്ല ആളാണോ? ഞാൻ നല്ലതായിട്ട് വിശ്വസിക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ ആറ്റം ബോംബ് ഇവിടെ ഇന്ത്യയിൽ ഉണ്ടാക്കിയ ആളാണ്. അബ്ദുൽ കലാം നല്ല മനുഷ്യനാണെന്ന് ഇയാൾ നിർണയിച്ചു കഴിഞ്ഞു. APJ അബ്ദുൽ കലാം ദൈവവിശ്വാസിയാണെന്നൊരു ബിഗ് ക്വസ്റ്റ്യനാ, ഉറപ്പില്ല. ഒരു ഇതുമില്ല. ഇവിടുത്തെ സകല സ്വാമിമാരുടെ മുന്നിൽ ഇരിക്കുമായിരുന്നു. അതുകൊണ്ട് പിന്നെ എനിക്ക് അതിനെപ്പറ്റി സംശയമൊന്നുമില്ല. സാറ് എടുത്തിട്ടുണ്ടോ? കോവാക്സിൻ എടുത്തിരുന്നു? ഞാൻ എടുത്തിരുന്നു. ഞാൻ പക്ഷേ എടുക്കാത്ത ആളാണ്. പിന്നീട് ശാസ്ത്രം പലതും പറയുന്നു, ഈ കോവാക്സിൻ കുത്തിയത് കൊണ്ട് രക്തസമ്മർദ്ദം കൂടുന്നു, അതുപോലെ അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറെ ഒളിച്ചിരുന്ന തന്നെ പോലുള്ളവർ പറയുന്നത് അല്ല, അങ്ങനെ ഉണ്ടെന്ന്. തന്റെ വിശ്വാസം മുഴുവനും ഇനിയിപ്പം നീടല്ല. ശാസ്ത്രം പക്ഷെ തെളിയിച്ചില്ലേ അത് ഈ രക്തം കട്ട പിടിക്കാൻ ഇത് കാരണമാകുന്നു? ഞാൻ പറഞ്ഞില്ല, അങ്ങനെ തെളിയിച്ചിട്ടൊന്നുമില്ല. ഇതൊക്കെ ഇലുമിനാറ്റിയുടെ ഭാഗമുണ്ടോ എന്നൊക്കെ ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ഈ സാധനങ്ങളെല്ലാം ആളുകൾ എപ്പോഴും ഇതുപോലെ എക്സാജറേറ്റ് ചെയ്ത് പറയുന്ന ഒരു ലോകവും. സാത്താൻ സേവൻ എങ്ങനെയാ സാറ് നോക്കി കാണുന്നത്? അങ്ങനെ ഒരു വിഭാഗം ഉണ്ടല്ലോ നമ്മുടെ കൊച്ചിയിൽ പോലും. മനുഷ്യർ അങ്ങനെ എന്തെല്ലാം ഈ സകല പള്ളിയിലും അമ്പലത്തിലും പോകുന്നവരല്ലേ, പിന്നെ തന്നെ സാത്താൻ സേവയെ പറ്റി മാത്രം പറയുന്നു. അതിനോട് എനിക്ക് അത് ഞങ്ങളുടെ സാത്താൻ നല്ല ദൈവമാണ്, നിങ്ങളുടെ ദൈവം സാത്താനാണെന്ന് പറയുന്നത് എന്നുള്ള അർത്ഥമേ ഉള്ളൂ. ഇയാൾ ജീവിക്കേണ്ട ആവശ്യം എന്താ? എന്റെ ആവശ്യമില്ല. അത്രയേ ഉള്ളു, അത്രയും ന്യായമേ ഉള്ളു. തനിക്ക് അധികാരമുള്ളവർ ചെയ്യുമ്പോൾ ശരിയും അല്ല അതിനെ എതിർക്കുന്നവർ തെറ്റുകാരുമായിട്ട് നിൽക്കുന്ന ലോകമാണുള്ളത്. മുല്ലപ്പെരിയാർ പൊട്ടത്തില്ലെന്നുള്ളതല്ല, നമുക്കിപ്പം മനസ്സിലാകുന്ന തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് പൊട്ടത്തില്ലെന്നുള്ളതാണ്. കാലപ്പഴക്കം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ അവിടെ പരിഹരിക്കുന്ന നടപടികൾ നടത്തുന്നതുകൊണ്ടാണ് അത് പറ്റത്തില്ല എന്ന് പറയുന്നത്. പണ്ട് കാലത്ത് 60 വയസ്സിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇന്ന് 80 വയസ്സിൽ മരിക്കുന്നത് ഇതേ കാരണം കൊണ്ടാണ്. എങ്ങനെയാണ് ശരാശരി വയസ്സ് കൂടിയത്? നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ തുടങ്ങി, ന്യൂട്രീഷ്യസ് ആയ ഫുഡ് കഴിക്കാൻ തുടങ്ങി, എക്സർസൈസ് ചെയ്താലും നിൽക്കുമെന്ന്. ഇത് ഇന്ന മരുന്ന് കഴിക്കും. മരുന്നെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ പോഷകാംശമുള്ള വൈറ്റമിൻസും സാധനങ്ങളുമാണ് ഈ കൊടുക്കുന്നത്. ഓയിൽ ആൻഡ് ഗ്യാസ്, ഫയർ ആൻഡ് സേഫ്റ്റി, വെൽഡിംഗ്, ലോജിസ്റ്റിക്സ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യൂ, ജോലി ഉറപ്പാക്കും. പ്രകൃതി ദുരന്തങ്ങളൊന്നും നമ്മളെ മുൻകൂട്ടി അറിയിച്ച് സംഭവിക്കുന്നതല്ലോ. ദുരന്തമാണ്. ദുരന്തങ്ങളൊന്നും മുൻകൂട്ടി അറിയിച്ചുണ്ടാകുന്നല്ലോ. പ്രകൃതി മാറ്റി വെച്ചാൽ ദുരന്തങ്ങളൊന്നും നമ്മളെ മുൻകൂട്ടി സുനാമി, അതുകൊണ്ടാണ് സുനാമി എന്ന് പറയുന്ന സാധനം നമ്മൾ മുൻകൂട്ടി അറിയുന്നല്ല. ഈ ജപ്പാനിൽ വലിയ സുനാമി ആയിരുന്നു. മുൻകൂട്ടി അറിഞ്ഞിരുന്നെങ്കിൽ എത്രത്തോളം എന്താ പറയാ ശാസ്ത്രീയപരമായിട്ട് മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ജപ്പാൻ. മുൻകൂട്ടി അറിയുന്നത് കൊണ്ടാണ് അവർക്ക് പിടിച്ചിരിക്കാൻ. പണ്ട് കാലത്ത് ഉണ്ടായിരിക്കുന്നതിന്റെ 4/1 പോലും ആളുകളൊന്നും മരിക്കത്തില്ല. ഇയാൾക്ക് ഇത് അറിഞ്ഞുകൂടാത്തോണ്ടാണ് അങ്ങനെ അങ്ങ് പറയുന്നത്. വെള്ളത്തെ പിടിച്ചു നിർത്താൻ പറ്റുമോ സാർ? വീണ്ടും ഇങ്ങനെയാ പറയുന്നത്. വെള്ളത്തെ അല്ലെന്ന്, വെള്ളം വരുമെന്ന്, ഈ മഴ വരുന്നതും വെള്ളം വരുന്നതും ഒക്കെ നമുക്ക് പ്രവചിക്കാൻ കഴിയുന്നതും അതിന് മുമ്പ് എടുക്കാൻ പറ്റുന്ന നടപടി എടുക്കാൻ കഴിയുന്നത് കൊണ്ടാണ് നമ്മൾ ഈ നിലവാരത്തിൽ ഈ നഗരങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റത്തില്ല. വെള്ളം സുനാമി ഉണ്ടാകുന്ന എന്തോ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ ഏഷ്യൻ പ്ലേറ്റും പസഫിക് പ്ലേറ്റും തമ്മിൽ കൂട്ടിമുട്ടുന്ന സ്ഥലമാണ് ജപ്പാൻ. അതുകൊണ്ടാണ് അവിടെ ഇത്രയധികം ഭൂമികുലുക്കം ഉണ്ടാകുന്നത്. അപ്പോൾ ആദ്യകാലത്ത് ആളുകൾ എന്താ ചെയ്തത്? വലിയ കൊടുങ്കാറ്റ് വരും അവിടെ. പസഫിക്കിന്റെ ഇത് കിടക്കുന്നുണ്ട്, വലിയ കൊടുങ്കാറ്റ് വരും. കൊടുങ്കാറ്റ് വരുന്ന കാരണം കൊണ്ട് ഉറച്ച ഒരു കെട്ടിടം ഉണ്ടാക്കുകയാണ് വേണ്ടതെന്ന് തീരുമാനിച്ചു. അങ്ങനെ അവർ ഉറച്ച കെട്ടിടം ഉണ്ടാക്കി. അപ്പോൾ എന്ത് കഴിഞ്ഞ് ഭൂമി കുലുങ്ങിയപ്പോൾ ഈ ഉറച്ച കെട്ടിടമാണ് തലയിൽ വീണ് ചത്ത്. അല്ല, മനസ്സിലാക്കണം, മനുഷ്യർ പരിഹരിച്ചതാ ഇത് ഓരോന്ന്. അപ്പം നമ്മൾ മനുഷ്യന് മാത്രമാണ് ഭൂമി കുലുക്കത്തിൽ ഏറ്റവും കൂടുതൽ മരിക്കുന്നത്. അത് കഴിഞ്ഞാൽ സ്വന്തം പെര വീണാണ് മരിക്കുന്നത്. അല്ലാതെ മറ്റ് ജീവികൾ ഇങ്ങനെ മരിക്കത്തില്ല, അവർ പേടിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് ഒരു വള്ളം കുലുങ്ങുന്നത് പോലെയാണ് നമ്മൾ ഈ ഭൂമി കുലുക്കം എന്ന് മനസ്സിലാക്കേണ്ടത്. അത് ഇങ്ങനെ കുലുങ്ങത്തേ ഉള്ളൂ. ആ സമയത്ത് തലയിൽ വീഴുന്നത് മുഴുവൻ നമ്മുടെ പെരയാണ്. അതുവരെ നമ്മളെ രക്ഷിച്ച പെര തന്നെയാണ് നമ്മളെ തലയിൽ വീഴുന്നത്. അതുകൊണ്ടാണ് മനുഷ്യരെ മരിക്കാറുള്ള ഈ ഭൂമി കുലുക്കത്തിനകത്ത്. വളരെ കുറച്ച് ജീവികൾ, നമ്മൾ വളർത്തുന്ന ജീവികളായിരിക്കും കൂടുതൽ. ഇങ്ങനെ മനസ്സിലാക്കണം. അപ്പം നമ്മൾ ഈ പറയുന്നത് ഈ വെള്ളപ്പൊക്കം അവിടെ ഇങ്ങനെ വരുമെന്ന് അറിഞ്ഞിട്ട് ഇന്ന് അവിടെ ഈ 2 തരത്തിലും പെര വയ്ക്കാൻ പറ്റത്തില്ലെന്നല്ലേ അപ്പോൾ വന്നത്. കാരണം വലിയ കൊടുങ്കാറ്റ് വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി കട്ടിയുള്ളത് വെക്കുമ്പോൾ ഭൂകമ്പം വരുമ്പോൾ അത് തലയിൽ വീഴുന്നതായി. അപ്പോൾ ഇത് രണ്ടിനും കൂടെ പരിഹരിക്കുന്ന പെരകൾ ഇന്നുണ്ടാക്കിയിട്ടുണ്ട്. ഭൂമി കുലുക്കം വരുന്ന സമയത്ത് ഈ കുലുക്കത്തിനെ ബാലൻസ് ചെയ്യാൻ ഇതിൻ്റെ നടുക്ക് വലിയ പെൻഡുലം പോലത്തെ സാധനങ്ങളാണ് ഇന്ന് വലിയ കെട്ടിടങ്ങളിലുള്ളത്. അപ്പം അങ്ങോട്ടൊന്ന് ചായുന്ന സമയത്ത് ഈ നടുക്കുള്ള പെൻഡുലം ഇച്ചിരി ഇങ്ങോട്ട് നീങ്ങും. അപ്പോൾ അങ്ങോട്ട് കൂടുതൽ കുലുങ്ങാനൊക്കത്തില്ല. അങ്ങനെ അത് ബാലൻസ് ചെയ്യുന്ന വീടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നടുക്കൂടെ കമ്പി ഇട്ട് ഇങ്ങനെ കെട്ടുന്നത് കൊണ്ട് എല്ല് കെട്ടുന്ന പോലെ കെട്ടിയപ്പോൾ കല്ല് വീണ് ചാകുന്നത് നിന്നത് അങ്ങനെയാണ്. അപ്പം ഇങ്ങനെയാണ് ഇന്നിപ്പം നമ്മൾ ഈ ജപ്പാനിൽ നിങ്ങൾ പോയാൽ
ഈ നമ്മുടെ ലോകത്തുള്ള ഏറ്റവും വലിയ പൊക്കമുള്ള കെട്ടിടങ്ങളെല്ലാം അവിടെയുണ്ട്. ഉണ്ട്. അവിടെ എങ്ങനെ ഉണ്ടാക്കും നമ്മൾ പറയുന്ന പോലാണെന്നുണ്ടെങ്കിൽ? അപ്പോഴാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ അറിവ് വന്നതുകൊണ്ടാണ്. അതാ പറഞ്ഞ അത്രയും. അതുകൊണ്ടാണ് ഞാൻ സാറിനോട് കൂട്ടി വായിച്ചത്. ജപ്പാൻ കൂട്ടി വായിക്കാനുള്ള കാരണം എന്താ? ശാസ്ത്രീയപരമായി ഏറെ പുരോഗതിയുള്ള, ഏറെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അമേരിക്കയോടൊപ്പം കടപിടിക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ് ജപ്പാൻ. ശാസ്ത്രീയപരമായിട്ട് അവർ അതുപോലെയാണ് വികസിപ്പിച്ച് കൊണ്ടുവന്നിട്ടുള്ള പല കാര്യങ്ങളും. അപ്പോൾ അത്തരത്തിലുള്ളൊരു രാജ്യത്തിന് പോലും സുനാമി ഇന്ന് വരും എന്ന് പ്രവചിക്കാൻ പറ്റില്ല. സുനാമി ഇന്ന് വരുമെന്ന് പറയുന്നത് സുനാമിയിലല്ല അതിരിക്കുന്നത്, ഭൂമി കുലുക്കത്തിലായിരിക്കുന്നത്. ഇയാൾക്ക് ഭൂമി കുലുക്കം വരുമെന്ന് എന്നോട് പറയാൻ പറ്റുന്നില്ല, പറയാൻ കഴിയില്ല. അത് പറഞ്ഞാൽ അത്ര ആഴത്തിലത് നടക്കുന്നത്. ഭൂമിക്ക് അകത്തേക്ക്, നമുക്ക് ഭൂമിക്ക് പുറത്തേക്ക് കാണുന്നത് പോലെ, ഇപ്പോൾ ടെലസ്കോപ്പ് വെച്ച് കാണുന്നത് പോലെയോ അല്ലെങ്കിൽ മൈക്രോസ്കോപ്പ് വെച്ച് കാണുന്നത് പോലെയോ കാണാൻ കഴിവുള്ള സ്ഥലമല്ല ഭൂമിക്ക് ഉൾവശം. അപ്പോൾ ഈ മുല്ലപ്പെരിയാറിൽ ഭൂമി കുലുക്കം ഉണ്ടാകില്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഇവിടുത്തെ നമുക്ക് ഇതുവരെയുള്ള ഭൂമിയെ പറ്റിയായി പറയുന്നത്. ഞാനത് പറഞ്ഞില്ലേ, ഭൂമിയിലെ ജപ്പാനിലെ 7 or 10 വരെയുള്ള റിച്ചർ സ്കെയിലിൽ ഉണ്ടാകുന്ന ഭൂമി കുലുക്കം ഉണ്ടാകും, സംശയമൊന്നും വേണ്ട. ഈ ഹിമാലയത്തിന് അവിടെ ഉണ്ടാവും, സംശയം വേണ്ട. ആൽസിന്റെ അവിടെ ഉണ്ടാവും, മുല്ലപ്പെരിയാറിൽ ഉണ്ടാവില്ല. മുല്ലപ്പെരിയാറിൽ ഈ 7 or 10 ഉണ്ടാകത്തില്ല. ഇല്ല, അത് അങ്ങനെ അറിയണോ? അത്രയാണ് ശാസ്ത്രം ഉള്ളത്. അതെങ്ങനെ ഉറപ്പിച്ചു? ഇതാണ് ഞാൻ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇയാൾ ഈ റോഡിൽ ചെല്ലുമ്പോൾ വണ്ടി ഇടിച്ച് ചാകും എന്ന് ഇയാൾ അറിയുന്ന കാരണം കൊണ്ട് വീട്ടിലിരുന്ന് വണ്ടി ഇടിക്കത്തില്ലെന്ന് അറിയുന്നതല്ലേ? അത്രേ ഉള്ളതല്ല, അത്രയായി പറയുന്നത്. അത് റോഡ് അങ്ങനെ തന്നെ. റോഡിൽ പോകാത്ത ഒരാളിനെ ആ സാധ്യത കംപ്ലീറ്റ് പോകും. തീർച്ചയായും ഇതുപോലെ അത് മനസ്സിലാക്കണ്ടേ. അല്ലാതെ അല്പം പോലും പ്രവചിക്കാൻ പറ്റത്തില്ലെന്നും ഇതൊന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ലെന്നും അങ്ങനെ ഒരു ലോകമില്ല. പ്രവചന സാധ്യതയുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ കാണുന്ന ഇപ്പം നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഇത് കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ എഡിറ്റ് ചെയ്ത് റിലീസ് ചെയ്യാൻ പറ്റുമെന്നുള്ള പ്രവചന സാധ്യതയുള്ളതാണ്. അത് അങ്ങനെ അത് മനസ്സിലാക്കണം. അതാണ്. പക്ഷേ മുല്ലപ്പെരിയാർ പൊട്ടില്ല എന്ന് എങ്ങനെ പ്രവചിക്കാൻ? ഞാൻ പറഞ്ഞു മുല്ലപ്പെരിയാർ പൊട്ടത്തില്ല എന്നുള്ളതല്ല, നമുക്ക് ഇപ്പം മനസ്സിലാകുന്ന തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് പൊട്ടത്തില്ല എന്നുള്ള. അല്ല, കാലപ്പഴക്കം കൊണ്ട് എല്ലാത്തിനും എന്താണെങ്കിലും പരിശോധന മനുഷ്യനെ വരെ ഇപ്പൊ 25 വയസ്സിരിക്കുന്ന ഞാനും 75 വയസ്സിരിക്കുന്ന ഞാൻ ഒരുപോലെ ആയിരിക്കുമല്ലോ. കാലപ്പഴക്കത്തിന്റെ പ്രശ്നങ്ങൾ എല്ലാത്തിനും സംഭവിക്കുന്നത്. കാലപ്പഴക്കം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ അവിടെ പരിഹരിക്കുന്ന നടപടികൾ നടത്തുന്നതുകൊണ്ടാണ് അത് പറ്റത്തില്ല എന്ന് പറയുന്നത്. പണ്ട് കാലത്ത് 60 വയസ്സിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇന്ന് 80 വയസ്സിൽ മരിക്കുന്നത് ഇതേ കാരണം കൊണ്ടാണ്. എങ്ങനെയാണ് ശരാശരി വയസ്സ് കൂടിയത്? നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ തുടങ്ങി, ന്യൂട്രീഷ്യസ് ആയ ഫുഡ് കഴിക്കാൻ തുടങ്ങി, എക്സർസൈസ് ചെയ്താൽ നിൽക്കുമെന്ന്. ഇത് ഇന്ന മരുന്ന് കഴിക്കും. മരുന്നെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ പോഷകാംശമുള്ള വൈറ്റമിൻസും സാധനങ്ങളുമാണ് ഈ കൊടുക്കുന്നത്. ഈ കാര്യങ്ങൾ തിന്നുമ്പോൾ നമ്മുടെ ജീവിത ദൈർഘ്യം കൂടിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ പണിയെടുത്തിട്ടാ. ഇതേ കാര്യങ്ങൾ ഈ മുല്ലപ്പെരിയാറിൽ ചെയ്യുന്നു എന്ന് പറയുന്നത് കൊണ്ടാണ് കോടതി സമ്മതിക്കുന്നത്, അല്ലാതല്ല. പണ്ട് ജീവിക്കുന്ന 50 വയസ്സ് വരെ ജീവിക്കത്തുള്ളൂ എന്ന് ഉണ്ടായ എല്ലാവരും അങ്ങനെയായിരുന്നു. നമ്മൾ 5000 വർഷം മുമ്പ് വരെ 30 വയസ്സ് വരെ ജീവിച്ചിരുന്ന ജീവിയാണ്. അതങ്ങനെ മനസ്സിലാക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കൃഷിയൊക്കെ കണ്ടുപിടിച്ചൊരു ഈ ഭക്ഷണമൊക്കെ ഇങ്ങനെ തിന്നാൻ തുടങ്ങിയിട്ട് ഒരു 10 വയസ്സും കൂടെ നമുക്ക് കൂടി 40 വയസ്സായിട്ട് കഴിഞ്ഞ ഒരു 4000 വർഷം ഓടിക്കൊണ്ടിരുന്നവരാ. അതിന് ശേഷമാണ് നമ്മൾ ഈ വെള്ളം തിളപ്പിച്ച് ഈ മൈക്രോബ്സ് ഉണ്ടെന്ന്, ഈ ചെറിയ ജീവികളുണ്ടെന്ന് കണ്ടെത്തി വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ തുടങ്ങിയോടെ ടൈഫോയിഡും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അങ്ങ് ഒഴിവായിപ്പോയി ജീവിതത്തിൽ നിന്ന്. ആ ഒഴിവായി പോയ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ടാണ് നമുക്ക് 60 വയസ്സിലേക്കും 70 വയസ്സിലേക്കും ഇന്ന് ശരാശരി ലോകത്ത് മനുഷ്യരുടെ ജീവിതം എന്ന് പറയുന്നത് 75 വയസ്സായി. അതില്ലാത്ത സ്ഥലങ്ങളുണ്ട് ഇപ്പോഴും. അവിടെ ഈ പണികൾ ചെയ്യാത്തതുകൊണ്ടാണ്. ആ ശരാശരി വയസ്സ് നീണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള നടപടികൾ നമ്മൾ ചെയ്താണ്. പ്രസവിച്ചാൽ 1,00,000 കുട്ടികൾ ഉണ്ടാകുന്നതിനകത്ത് 100 കണക്കിന് ചത്തുപോയി അമ്മയൊക്കെ. ഇന്നിപ്പം നമ്മളത് 5 കേരളത്തിൽ 5ലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രം നമ്മൾ കേൾക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് മനസ്സിലാക്കേണ്ടത്. നേരത്തെ ഇങ്ങനെ ആയിരുന്നു എന്ന് പറയുന്നത് കാരണം കൊണ്ട് അതിനുള്ള പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? നമ്മളിപ്പോൾ വാക്സിൻസ് എടുക്കുന്നില്ലേ? കുട്ടികളെ എടുക്കുമ്പോൾ ആദ്യത്തെ ട്രിപ്പിൾ ആൻറ്റിജൻ എന്ന് പറയുന്ന അത് എടുത്തുകൊണ്ടാണ് നമുക്ക് ഇത് വരത്തില്ല, ഡിഫ്തീരിയ വരത്തില്ല, അങ്ങനത്തെ രോഗങ്ങൾ ഒഴിവായി പോയി. അപ്പൊ അതുകൊണ്ടാണ് അത് പറയാൻ പറ്റുന്നത്, അതുകൊണ്ടാണ് പ്രവചിക്കാൻ പറ്റും ഇന്ന്. സാറേ, ഇതുമായിട്ട് തന്നെ ചേർത്തുമ്പോൾ അല്ലെ ഈ ഒരു വിഷയത്തിലേക്ക് മാത്രം നമ്മളിങ്ങനെ വ്യതിചലിച്ചു പോകും. അതുകൊണ്ട് ഇത് സ്വാഭാവികമായിട്ട് സാറ് സംസാരിച്ചു വന്ന വേറെ വിഷയമാണ് ഈ
കൊറോണയും അതുപോലെ തന്നെ സാറ് കുറച്ച് പേർ പറയുന്നത് മാൻമെയ്ഡാന്ന് പറയുന്നു, മാൻമെയ്ഡ് ഡിസാസ്റ്ററാന്ന് പറയുന്നു, കുറച്ച് പറയുന്നത് അല്ലാതെ തന്നെ. സാർ എന്താ അതിനെക്കുറിച്ച് മനസ്സിലാക്കി? രണ്ട് സാധ്യത നിൽക്കുന്നതുകൊണ്ടാണ് നമുക്കത് പറയാൻ കഴിയാത്തത് അല്ലേ? മാൻമെയ്ഡിനല്ലേ സാർ കുറച്ച് കൂടുതൽ സാധ്യത? അല്ല, മാൻ മെയ്ഡ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാനൊക്കത്തില്ല. കാരണം ഉള്ള വൈറസുകളെയാണ്. കാരണം കൊറോണ എന്ന് പറയുന്ന വൈറസ് പണ്ടേ ഉള്ളതാണ്. അതൊരു സ്ട്രെയിനാണ്. എന്ന് പറഞ്ഞാൽ ഒരു സ്വഭാവമുള്ള ഒരെണ്ണത്തിനെയാണ് നമ്മളത് പറയുന്നത്. അതിനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യുക, നമുക്ക് ജനിതകമായ മാറ്റം വരുത്താൻ പറ്റും. അങ്ങനെ മാറ്റം വരുത്തിയിട്ടുണ്ടാക്കിയതാണ് കൊറോണ എന്നുള്ള വാദം നിൽപ്പുണ്ട്. പക്ഷെ ഇതുവരെ നമുക്കത് വ്യക്തമായിട്ട് പറയാൻ കഴിയാതിരിക്കുന്നത് സത്യസന്ധമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അമേരിക്കൻ ഗവൺമെന്റോ ചൈനീസ് ഗവൺമെന്റോ ചെയ്യുന്നില്ലാത്തതുകൊണ്ടാണ്. ഇവർ രണ്ടുപേരുമാണ് ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ട്. അത് കാരണം കൊണ്ട് അവരത് എന്നാൽ കൊറോണ വൈറസ് ഇന്നിപ്പോൾ ചൈനക്കാർ പറയുന്നത് അമേരിക്കക്കാർ ചെയ്തെടുത്ത സാധനമാണെന്ന് പറയുന്നുണ്ട്. ചൈനക്കാർ ചെയ്തതെന്ന് ആദ്യമേ അന്ന് ട്രംപായിരുന്നു. ട്രംപ് ചൈനീസ് വൈറസ് എന്ന അങ്ങനെ ഒരു വൈറസ് ലോകത്തില്ല, ചൈനീസ് വൈറസ് ഉണ്ടാകത്തില്ല. പക്ഷെ അയാൾ അങ്ങനെ തന്നെ പറയും. അത് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ വേണ്ടി അങ്ങനെ പറയുന്ന സ്ഥലങ്ങളുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ടാണ് അത് വരുന്നത്. അത് മനുഷ്യരുണ്ടാക്കാനും അതിന് സാധ്യത ഇന്ന് മനുഷ്യർക്ക് ജനിതകമായിട്ട് ഇടപെടാൻ പറ്റുന്ന തരത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സ്ഥലത്തേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്തതാണോ അല്ലയോ എന്ന് നമുക്കറിയില്ല. ആകാം. ഒപ്പം തന്നെയാണ് എല്ലാ ദിവസവും പുത്തൻ സ്ട്രെയിനുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മളുള്ളത്. അപ്പം നമ്മൾ അതിനെ തടയാനായിട്ട് അല്ലെങ്കിൽ അതിനെ കൊല്ലാനായിട്ട് നമ്മളൊരു മരുന്ന് കണ്ടുപിടിച്ചാൽ അത് മറികടക്കാൻ വേണ്ടി ആ ജീവൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അത് പുതിയ തരത്തിൽ മാറിക്കൊണ്ടിരിക്കും. ഇതിനെയാണ് നമ്മളിപ്പം ഈ ബാക്ടീരിയയുടെ ലോകം എടുക്കുകയാണെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് ആദ്യകാലത്തുണ്ടാക്കി ഒരു ആൻറ്റിബയോട്ടിക്സും വർക്ക് ചെയ്യാത്തടത്തേക്ക് മാറിയിട്ടുണ്ട്. അത് ഇതുകൊണ്ടാണ് അപ്പം സൂപ്പർ ബഗ് എന്ന് വിളിക്കുന്ന പുതിയ ബാക്ടീരിയകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ആൻറ്റിബയോട്ടിക്സിൽ നിന്ന് വ്യത്യസ്തമായ സമീപന രീതിയോടെ പുതിയ രീതിയിലുള്ള വേറെ കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ടാകും. അത് വേറെ കാര്യമാണ്. ഇത് ഓടുന്ന മാനെ ചാടുന്ന കടുവ പിടിക്കുക എന്നുള്ളതാണുള്ളത്. പെട്ടെന്ന് ചെയ്യുക എന്ന് പറയുന്നത്. എല്ലാ ദിവസവും ഏറ്റവും കൂടുതൽ സ്പീഡിൽ ഒഴിയാനും കഴിവുള്ള മാൻ്റെ മക്കളായിരിക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒഴിയുന്ന മാനിനെ പിടിക്കാൻ കഴിവുള്ള കടുവയുടെ മക്കളെ തുടരത്തുള്ളൂ. ഇത് നിരന്തരം നടക്കുന്ന ഒരു ലോകം എന്ന് പറയുന്നത്. അപ്പം വൈറസ് അകത്ത് കയറാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിനെ കയറ്റാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സെല്ലുകളുമായിട്ട് നിരന്തരം നടക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇതിനെയാണ് ജീവന്റെ ഈ തരത്തിലുള്ള മേഖല. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഇങ്ങനെ ആകത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ ശരിയാണ്. പക്ഷെ അതിന് ഇന്ന തടയിടാൻ നമുക്ക് പറ്റും എന്ന് കണ്ടെത്തുന്നതിനെയാണ് നമ്മൾ ഈ വികാസം എന്ന് പറയുന്നത് മുഴുവനും. അപ്പോൾ ഇതുമായിട്ട് എന്നെ കൂട്ടിവായിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് സാർ. ഈ കോവാക്സിൻ നമ്മളെല്ലാവരെയും കൊണ്ട് സാറ് എടുത്തിട്ടുണ്ടോ? കോവാക്സിൻ എടുത്തിരുന്നോ? ഞാൻ എടുത്തിരുന്നു. ഞാൻ പക്ഷേ എടുക്കാത്ത ആളാണ്. ഞാൻ അതിനെക്കുറിച്ച് ആത്യന്തികമായിട്ട് കുറേ പഠിച്ചിട്ട് എനിക്കത് അത്ര ശരിയല്ല. വേറെന്തോ ഒരു കളി നടക്കുന്നുണ്ടെന്നൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ട് ഞാനും എൻ്റെ ഒരു 6-7 സുഹൃത്തുക്കളെ ഞങ്ങൾ ഓടിച്ച് എടുക്കാൻ ശ്രമിപ്പിച്ച്. ഈ നമ്മുടെ പഞ്ചായത്ത് ആ സമയത്ത് ഭയങ്കര സ്ട്രോങ് ആണല്ലോ, എല്ലാവരും എടുക്കണം. ഞങ്ങൾ ഒളിച്ചിരുന്നു, ഞങ്ങൾ എടുത്തില്ല. ഈ മാധ്യമത്തിൽ കൂടെ തന്നെ പറഞ്ഞു, ഞാൻ എടുത്തില്ല. പിന്നീട് ശാസ്ത്രം പലതും പറയുന്നു, ഈ കോവാക്സിൻ കുത്തിയത് കൊണ്ട് രക്തസമ്മർദ്ദം കൂടുന്നു, അതുപോലെ അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറെ ഒളിച്ചിരുന്ന തന്നെ പോലുള്ളവർ പറയുന്നത് അല്ല, അങ്ങനെ ഉണ്ടെന്ന്. അത് കറക്റ്റാണ്. പക്ഷേ അല്ല ഞാൻ കേട്ടിട്ടുണ്ട് കോവാക്സിൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ കോവാക്സിൻ എന്നല്ല, mRNA എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ RNA-യുടെ മുമ്പുണ്ടായിരിക്കുന്ന പറഞ്ഞാൽ അവിടുത്തെ വാക്സിൻസ് നമ്മൾ ഇതുവരെ അതിനെ ആശ്രയിച്ച് അതിനെ അടിസ്ഥാനപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ഇപ്പം അതിൻ്റെ ശാസ്ത്രീയമായ സ്ഥലങ്ങളിലോട്ട് പോകുമ്പം നമ്മൾ രണ്ടുപേരും തെറ്റ് പറയാൻ സാധ്യതയുണ്ട്. ഞാൻ സ്വയമായിട്ട് ഗിനിപ്പന്നി ആവാൻ ആഗ്രഹിക്കാത്തോണ്ട് പോയി നിന്ന് കൊടുത്തു. അതല്ല, അത് ഇയാള് ഗിനിപ്പന്നി അല്ലെന്ന് വെറുതെ വിചാരിക്കണത്. തന്റെ വിശ്വാസം മുഴുവനും ഗിനിപ്പന്നിയുടെ ലക്ഷണമാണ്. ശാസ്ത്രം പക്ഷെ തെളിയിച്ചില്ലേ അത് ഈ രക്തം കട്ട പിടിക്കാൻ ഇത് കാരണമാകുന്നു? ഞാൻ പറഞ്ഞില്ല, അങ്ങനെ തെളിയിച്ചിട്ടൊന്നുമില്ല. ഇതൊക്കെ ഇലുമിനാറ്റിയുടെ ഭാഗമുണ്ടോ എന്നൊക്കെ ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ഈ സാധനങ്ങളെല്ലാം ആളുകൾ എപ്പോഴും ഇതുപോലെ എക്സാജറേറ്റ് ചെയ്ത് പറയുന്ന ഒരു ലോകമുണ്ട്. എന്നാൽ അങ്ങനത്തെ തെറ്റുകളും അങ്ങനത്തെ സാധനങ്ങളും ഇല്ലെന്നുള്ള അർത്ഥവും അല്ല ഇതൊന്നും. നമ്മൾ മനസ്സിലാക്കാനുള്ള ലോങ് ടൈമായിട്ട് 100 കൊല്ലം കഴിഞ്ഞുണ്ടാകുന്ന ഒരു പ്രശ്നം ഇപ്പം നമുക്ക് കാണാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്ന സാധനം എന്നും കാണും.
അതുവരെ അത് വർക്ക് ചെയ്യും. അങ്ങനെയാണ് അതിൻ്റെ മുകളിലുള്ള ഇമ്പ്രൂവ്മെൻറ്റിനെയാണ് നമ്മൾ ഈ തരത്തിലുള്ള വികാസമായിട്ട് കാണുന്നത്. അത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ അല്ലെന്ന് വിചാരിക്കണ്ട. അതുകൊണ്ട് mRNA വെച്ചിട്ട് ആദ്യത്തെ വാക്സിനാണിത്. ആ വാക്സിൻ കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പഠിക്കപ്പെട്ട് അത് പരിഹരിക്കപ്പെടുക എന്നുള്ളത് തന്നെയായിരിക്കും സംഭവിക്കുന്നത്. അല്ലാതെ അത് ഞാൻ എടുക്കാതിരുന്നു എന്ന് പറഞ്ഞാൽ താൻ രക്ഷപ്പെട്ടു എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ. അല്ല, അത് വാക്സിനിൽ നിന്നല്ല രക്ഷപ്പെട്ടത്. മറ്റുള്ളവർ വാക്സിൻ എടുത്തത് കൊണ്ടാണ് താൻ രക്ഷപ്പെട്ടത്. കാരണം അവർക്ക് രോഗം വന്നിട്ടില്ല, അതുകൊണ്ടാണ് തനിക്ക് പകരാതിരുന്നത്. അല്ലെങ്കിൽ താൻ അടിച്ചു പോയ ഒരാളായിരുന്നു, അത്രേ ഉള്ളൂ. ബാക്കി എടുത്തവർക്ക് രോഗം വന്നിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞാൽ രോഗം നിങ്ങൾ എടുക്കുന്ന ഈ കാരണങ്ങൾ കൊണ്ടാണെന്ന് 1-to-1 അസോസിയേഷൻ ഇതുവരെ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചെറിയൊരു ചോദ്യം. സാറ് ഇതിനെക്കുറിച്ചൊക്കെ അഗാധമായി പഠിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് സാറിനോട് ചോദിക്കുന്നത്. ഈ കൊറോണ, അതുപോലെ അനുബന്ധമായിട്ട് വന്ന കോവാക്സിൻ, ഇലുമിനാറ്റി എന്ന് പറയുന്ന ഒരു ദൃഷ്ടാന്തം, ഇലുമിനാറ്റി എന്ന് പറയുന്ന ഒരു ദൃഷ്ടാന്തം ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു വലിയൊരു സംഘടനാപരമായ ഒരു സംവിധാനം. ഇവർ ഈ ലോക ജനസംഖ്യ കുറയ്ക്കാനുള്ള, അതുപോലെ സാമ്പത്തിക ഭദ്രത ലോകത്തിൻ്റെ മൊത്തത്തിൽ തകിടം മറിക്കുക എന്നൊക്കെ ലക്ഷ്യത്തോടു കൂടി ചെയ്ത ഒരു പ്രവൃത്തിയാണ് ഈ കൊറോണ എന്ന് ചിന്തിക്കുന്ന ഒരു പറ്റമുണ്ട്. അതിൽ ഞാൻ പെടുന്നില്ല കേട്ടോ, അത് ഞാൻ പെടുന്നില്ല. ഇത് കുറച്ച് കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്നു. എല്ലാ വിശ്വാസികളും, ഇയാൾ കുറച്ച് വിശ്വസിക്കുന്ന വിശ്വാസി ആയതുകൊണ്ടാണ്, അതുകൊണ്ടാണ് അതങ്ങനെ. ഞാൻ പറയുന്നത് സാർ എന്താ വിശ്വസിക്കുന്നത്? ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നേ ഇല്ല. എനിക്ക് അങ്ങനത്തെ ഒരു ധാരണയും ഇല്ല, അങ്ങനെ ലോകത്തിന് ഞാൻ കാണുന്നില്ല. എന്നാൽ എല്ലാ സമയത്തും ഇവിടെ പാലിനകത്ത് വെള്ളം ചേർക്കുന്നവരല്ലേ നമ്മൾ. അതുപോലെ മനുഷ്യരും മര്യാദകളായിട്ട് പെരുമാറുന്നവർ ധാരാളം ലോകത്ത് എന്നും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അറിയുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് അല്ലാതെ അവരെല്ലാവരും കൂടെ ചേർന്നിരുന്ന് ഇവിടെ പാലിന് വെള്ളം ചേർക്കുന്നവനും അമേരിക്കയിൽ പാല് വെള്ളത്തിൽ ചേർക്കുന്നവനും തമ്മിൽ കൈകോർത്ത് നിൽക്കുകയാണെന്നൊക്കെ ഉള്ള സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കുന്നത് ഒന്നും ഞാൻ എടുക്കത്തേയില്ല. അങ്ങനെയില്ല, അങ്ങനെ ഇല്ലെന്നറിയാവുന്നതുകൊണ്ടാണ്. അതേസമയത്ത് മനുഷ്യ സ്വഭാവത്തിനകത്ത് അപ്പുറത്തിരിക്കുന്ന ആളുകളെ പറ്റിച്ച് ജീവിക്കണമെന്ന് തോന്നിയാൽ അവർ ചെയ്യുന്നവർ തന്നെയാണ്. അത് വളരെ കൂടുതൽ അവിടെയാണ് നമ്മൾ ശാസ്ത്രത്തിൻ്റെ മുകളിൽ പരിശോധനകൾ. ഒരു ടെസ്റ്റ് നടത്തി ഒരു കാര്യം പറയുമ്പോൾ അത് വീണ്ടും ആവർത്തിക്കാൻ പറ്റുമെന്നും വേറൊരാളെ പരിശോധനയ്ക്ക് വിധേയമാക്കുകയൊക്കെ ചെയ്യുന്ന ഇത് ചെയ്തിട്ടാണ് ശാസ്ത്രം മുമ്പോട്ട് പോകുന്നത്. അല്ലെങ്കിൽ പണ്ട് കാലത്ത് ഇതുപോലുള്ള കള്ളങ്ങൾ പറഞ്ഞിട്ടായിരുന്നു ആൾക്കാർ ജീവിച്ചിരുന്നത്. ആർക്കും പരിശോധിക്കാൻ പറ്റത്തില്ലായിരുന്നു. അന്ന് അത് ആ ഡബിൾ ചെക്ക് ചെയ്യാൻ പറ്റുന്നതും റിപ്പീറ്റ് ചെയ്യാൻ അത് പൂർണ്ണമായിട്ട് നടക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണെന്ന് ചിന്തിക്കാൻ പറ്റും. ലോകത്ത് ഇത് മാത്രമാണ് താനെ ഈ ഇപ്പൊ ഇവിടെ സാത്താൻ സേവൻ സാറ് എങ്ങനെയാ സാറ് നോക്കി കാണുന്നത്? അങ്ങനെ ഒരു വിഭാഗം ഉണ്ടല്ലോ നമ്മുടെ കൊച്ചി പോലും. മനുഷ്യർ അങ്ങനെ എന്തെല്ലാം ഈ സകല പള്ളിയിലും അമ്പലത്തിലും പോകുന്നവരല്ലേ, പിന്നെ തന്നെ സാത്താൻ സേവയെ പറ്റി മാത്രം പറയുന്നത്? സാത്താനും ദൈവമൊക്കെ ഒന്ന് തന്നെയാണ്. അതിനോട് എനിക്ക് അതിനോട് എനിക്ക് അത് ഞങ്ങളുടെ ദൈവം, ഞങ്ങളുടെ സാത്താൻ നല്ല ദൈവമാണ്, നിങ്ങളുടെ ദൈവം സാത്താനാണെന്ന് പറയുന്നത് എന്നുള്ള അർത്ഥമേ ഉള്ളൂ. അല്ല, ദൈവം പോസിറ്റീവും സാത്താൻ നെഗറ്റീവും അല്ലേ? അല്ല, സാറിന്റെ അഭിപ്രായം പറഞ്ഞു. അല്ലെ, ഞാൻ എന്റെ അഭിപ്രായം പറയുന്നത് അഭിപ്രായം കൂടി കേൾക്കാൻ വേണ്ടിയാണ്. ഇന്ത്യക്കാരൻ എല്ലാവരും ഇരുന്നിട്ട് പാകിസ്ഥാൻകാരൻ നെഗറ്റീവ് ആണെന്ന് കണ്ടെത്തുന്നതല്ല. പാകിസ്ഥാൻകാരെല്ലാവരും കൂടെ ഇന്ത്യക്കാരൻ നെഗറ്റീവ് ആണെന്ന് കണ്ടെത്തും. സാർ ഉപമ പറഞ്ഞു കളയും. അല്ല, അങ്ങനെയാണ്. തനിക്ക് അനുകൂലമായി നിൽക്കുന്ന അത് ശരിയും തനിക്ക് പ്രതികൂലമായി നിൽക്കുന്നത് നമ്മുടെ തെറ്റുമായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് അതങ്ങനെ പറയുന്നത്. അല്ലാതെ അപ്പുറത്തിരിക്കുന്നവരും കുഞ്ഞുങ്ങളെ വളർത്തി ജീവിക്കാൻ ശ്രമിച്ചവർ തന്നെയാണ്. അപ്പോൾ ഞാനൊരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കട്ടെ. അതായത് ദൈവവിശ്വാസി എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരിക്കലും ഒരു എന്താ പറയുക ബലാത്സംഗം ചെയ്യണം അല്ലെങ്കിൽ കുട്ടികളെ കൊല്ലണം എന്ന് പഠിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിലിരുന്ന് വീഞ്ഞു കുടിച്ചിട്ട് ദൈവത്തിൻ്റെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അവർ പറയുന്നത് കുരിശിനെ തിരിച്ചു വെച്ചിട്ട് കുരിശിനെ കളിയാക്കിക്കൊണ്ട്, അതായത് ക്രിസ്തീയ വിശ്വാസപരമായിട്ടുള്ള ഒരു പ്രതിബിംബത്തെ എന്താ പറയുക അതിനെ കളങ്കപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ മുമ്പിൽ നിന്ന് സെക്സ് ചെയ്യുക, അല്ലെങ്കിൽ മദ്യപിക്കുക എന്ന് വേണ്ട എന്ത് ദൈവം നല്ലതെന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ എല്ലാം മോശം വശങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അത് ആത്യന്തികമായിട്ട് സാത്താൻ സേവ എന്ന് പറയുന്നത് മോശമാണല്ലോ. ഇയാൾ വെറുതെ ഒന്നുകൂടെ ആലോചിച്ചോട്ടെ, ഈ ദൈവവിശ്വാസികളാണോ ഈ ആറ്റം ബോംബൊക്കെ കണ്ടുപിടിച്ചത്? അതിന് കുറിച്ച് ആത്യന്തികമായി പഠിക്കേണ്ടിയിരിക്കുന്നു. അയാൾ ദൈവവിശ്വാസം നമുക്ക് ഉറപ്പുവയ്ക്കാം. ഞാൻ ചോദിക്കട്ടെ, ഒരു ദൈവവിശ്വാസം സാറിന് തോന്നുന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഈ ലോകത്ത് നെതന്യാഹുവിന് ഒരു ദൈവവിശ്വാസമായിട്ട് സാറിന് തോന്നുന്നുണ്ടോ? അതങ്ങനെ വേറെ അങ്ങനെ ഇയാൾ ആരോപിച്ച് പറയും. ചടയെന്ന് പെട്ടെന്ന് നെതന്യാഹുവിന്റെ ഒക്കെ പേര് പറയുന്നതുകൊണ്ട് തീരത്തില്ലത്. ഞാൻ പറയുന്നത് നല്ല കാര്യങ്ങളാണ്, നല്ലതാണ് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ആറ്റം ബോംബല്ല. അല്ല, ഈ അബ്ദുൽ കലാം നല്ല ആളാണോ? ഞാൻ നല്ലതായിട്ട് വിശ്വസിക്കും. അങ്ങനെയാണെങ്കിൽ ആറ്റം ബോംബ് ഇവിടെ ഇന്ത്യയിൽ ഉണ്ടാക്കിയ ആളാണ്. അത് ശരിയാണ്.
അപ്പോൾ അതുകൊണ്ട് ഇയാൾ ഈ പറഞ്ഞു നേതന്യാഹു വരെ പോകേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ആറ്റം ബോംബ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അതെ അല്ല, ആറ്റം ബോംബ് ഉണ്ടാക്കിയത് നല്ലതിനാണെന്ന് പറയാനല്ല, അങ്ങനെ ഞാൻ പറയുന്നില്ല. ഒന്നുകൂടെ ഒരിക്കലും ഒരു ആയുധവും ഉണ്ടാക്കുന്ന നല്ലതല്ല. ആയുധങ്ങൾ ഒന്നിനും ഗുണം ചെയ്യില്ല. നല്ല ആളിനെ ഒരാളെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ഒരു സാധനം കഴിഞ്ഞാൽ നല്ല ആളായിട്ട് പറയാൻ പിന്നെ കഴിയില്ലെന്നുള്ളത് മനസ്സിലാക്കില്ല. പക്ഷെ അതെന്താണെന്നറിയോ, അതായത് ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിന് എല്ലാ ആയുധങ്ങളും ആവശ്യം തന്നെയാണ്. അതിന് നമ്മൾ അങ്ങനെ വിശ്വസിക്കുക. ഞാൻ ഇയാൾ വേറെ ആരുണ്ട്, അബ്ദുൽ കലാം ദൈവവിശ്വാസിയാണോ എന്നുള്ള ചോദ്യം ഒരു ബിഗ് ക്വസ്റ്റ്യനാ. ഞാൻ പറഞ്ഞാൽ ഇയാള് വിശ്വാസിയായിരിക്കും. അബ്ദുൽ കലാം നല്ല മനുഷ്യനാണെന്ന് ഇയാൾ നിർണയിച്ചു കഴിഞ്ഞാൽ അബ്ദുൽ കലാം. അപ്പൊ ഞാൻ ചോദിക്കുക, സാർ എന്നോട് ചോദിച്ചു, സാർ ആദ്യം കൊണ്ട് എത്തിച്ച നമ്മളൊരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ആറ്റം ബോംബ് ഉണ്ടാക്കുന്നവരൊക്കെ ദൈവവിശ്വാസികളല്ലേ, അപ്പൊ അവന്മാരെ ഉൾക്കൊള്ളാം. APJ അബ്ദുൽ കലാം ദൈവവിശ്വാസിയാണെന്നൊരു ബിഗ് ക്വസ്റ്റ്യനാ, ഉറപ്പില്ല. ഒരു ഇതുമില്ല, ഇവിടുത്തെ സകല സ്വാമിമാരുടെ മുന്നിൽ ഇരിക്കുമായിരുന്നു. അതുകൊണ്ട് പിന്നെ എനിക്ക് അതിനെപ്പറ്റി സംശയമൊന്നുമില്ല. ഇസ്ലാം മത വിശ്വാസിയല്ല, അത് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് എന്തായാലും നല്ല മനുഷ്യനാണെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ, ലോകത്ത് അമേരിക്കയിൽ ആദ്യമായിട്ട് ഈ ആറ്റം ബോംബ് കണ്ടുപിടിച്ച ആള് അത് ജർമ്മൻകാരുടെ ഇടയിൽ ഇടാതെ പോയതാണ് ആകെ ഞാൻ ചെയ്ത തെറ്റ്. അത് ജപ്പാനിലല്ലായിരുന്നു ഇടേണ്ടത്, ജർമ്മനിലായിരുന്നു ഇടേണ്ടത് എന്ന് പറഞ്ഞ ആളാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചോളം അയാൾ ദൈവവിശ്വാസിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അയാൾ ദൈവവിശ്വാസി ആകണ്ട, അയാൾ എന്തായാലും നല്ല മനുഷ്യനാണെന്ന് ഇയാളുടെ കണക്കിനല്ല വിശ്വസിക്കുന്നത്. അപ്പം പക്ഷെ അവർ വളരെ നല്ല കാര്യമായിട്ട് അവർ വിചാരിച്ചിരുന്നത്. കാരണം അത് അമേരിക്കൻ രാജ്യം എന്ന് പറയുന്നതിനെ രാജ്യത്തിനകത്ത് നിർത്തിയാണ് അയാൾ നന്മ പറഞ്ഞത്. ഇതുപോലെ തന്നെയാണ് തൻ്റെ നന്മയും. ഇവിടുത്തെ ഇന്ത്യയെ സംരക്ഷിക്കാനായിട്ട് ആറ്റം ബോംബ് ഉണ്ടാക്കിയത് കൊണ്ട് അബ്ദുൽ കലാം നല്ല ആളാണെന്ന് ഇയാൾ പറയുമ്പോൾ, അല്ല അത് നമ്മുടെ ഞാൻ കാര്യം പറയട്ടെ, ഒരൊറ്റ മറുപടി പറയട്ടെ. അതായത് ഈ ആറ്റം ബോംബ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റു നമ്മൾ കണ്ടെത്തുന്ന എന്ത് ആയുധങ്ങളും മറ്റൊരാളെ തോൽപ്പിക്കാനായി അയാളുടെ മുതുകത്ത് കൊണ്ടേ നിക്ഷേപിക്കുമ്പോൾ മാത്രമാണ് അത് പ്രശ്നമാകുന്നത്. നമ്മുടെ നിലനിൽപ്പിന് അല്ല, ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞില്ലേ കൃത്യമായിട്ട് ഒരു വാക്ക് തന്നെ ഉണ്ട്, പ്രതിരോധം അപരാധമല്ല. നമുക്ക് പ്രതിരോധിക്കാൻ വേണ്ടി നമ്മളൊരു ഒരു സാധനം നമ്മുടെ കയ്യിൽ വെച്ചതുകൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ട് അമേരിക്ക കൊണ്ടുപോയി ഹിരോഷിമയും നാഗസാക്കിയിലും കൂടെ അണുബോംബ് ഇട്ടതുകൊണ്ടാണ് അമേരിക്ക നമ്മൾ കുറ്റപ്പെടുത്തുന്നത്. അവരുടെ കയ്യിൽ ഇരുന്നത് കൊണ്ട് നമുക്ക്, അതുകൊണ്ട് തന്നെയാണ് ഇറാനെയൊക്കെ ഈ ഇതിന്റെ പേരിൽ അമേരിക്കയും ഇസ്രായേലൊക്കെ ചേർന്ന് ആക്രമിക്കുമ്പോൾ അവര് ആ സാധനം ഉപയോഗിച്ച് മറ്റെന്തെങ്കിലും ആരെങ്കിലും ഉപദ്രവിക്കുകയാണെങ്കിൽ അവിടെ തെറ്റുണ്ടായി. ഇപ്പൊ യുക്രൈൻ റഷ്യൻ തമ്മിൽ യുദ്ധം നടക്കുന്നു, യുക്രൈനിലോ റഷ്യയിലോ അങ്ങോട്ടും ആറ്റം ബോംബ് പ്രതിരോധ അപരാധമല്ലല്ലോ. ഇയാൾ പറയുമ്പോൾ ഇയാളിത് ഇങ്ങനെ ധൃതി പിടിച്ചാലൊന്നും എൻ്റെ അടുത്ത് എങ്ങനെ പറ്റത്തില്ല. കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ആറ്റം ബോംബ് നന്മയ്ക്ക് വേണ്ടി എപ്പോഴെങ്കിലും ഉപയോഗിക്കാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. പിന്നെ എന്തിനാണ് ഈ പറയുന്ന സമയം? അപ്പൊ അതുകൊണ്ട് അത് കണ്ടുപിടിക്കുന്ന ഒരാൾ പോലും ഇത് ഇട്ടതിന് ശേഷമാണ് ഇന്ത്യയിൽ ഉണ്ടാക്കിയെന്ന് ഓർക്കണം. ഇത് ഉണ്ടാക്കരുതെന്ന് പറഞ്ഞതിന് ശേഷം ഉണ്ടാക്കിയവരാണ്. കാര്യമുണ്ട്, നമ്മൾ പടിപടിയായിട്ട് ആറ്റം ബോംബ് കുറയ്ക്കാനായിട്ടുള്ള പ്രക്രിയയിൽ ഏർപ്പെടുന്ന സമയത്താണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് അത് ഒരു തരത്തിലും ഇയാൾക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല. യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്ന് പറയുന്ന പോലെ ആറ്റം ബോംബ് ഉണ്ടാക്കി ന്യായീകരിക്കുന്നില്ല. അത് സാറ് പറഞ്ഞ കറക്റ്റാവും. ഞാൻ ഇത് അങ്ങനെ പറയാനൊന്നും അല്ല ഇത് പറയുന്നേ. ഇയാളുടെ ക്രൈറ്റീരിയ എന്താ, താൻ ഉപയോഗിക്കുന്ന അളവ് പോലും താൻ രണ്ട് തരത്തിൽ ഉപയോഗിക്കുന്നതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. നമ്മുടേത് എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്ക് അനുകൂലമായാൽ ശരിയും നമുക്ക് പ്രതികൂലമായ തെറ്റാണെന്ന് പറയുന്നതേ താൻ ചെയ്യുന്നുള്ളൂ. അല്ലാതെ താൻ അപ്പോഴും എല്ലാവർക്കും ശരിയായിരിക്കുന്ന സാധനം പറയുവാണെങ്കിൽ ആറ്റം ബോംബ് ഉണ്ടാക്കിവിടാം. ഇത്രേ അറിയണം. അല്ലാതെ പ്രതിരോധത്തിന് വേണ്ടി അത് ചെയ്യാമെന്നൊക്കെ പറയരുത്. അല്ല സാർ, അതിന് കാര്യം അത് സാർ നമ്മൾ നേരത്തെ കൂട്ടുവായിച്ചിട്ടുണ്ട്, അക്രമകാരികൾ നമുക്കിടയിലുണ്ട്. അപ്പൊ നമ്മളെ ആക്രമിക്കാൻ വരുന്നവർക്ക് പ്രതിരോധം അപരാധമല്ലല്ലോ. നമ്മളത് ഉണ്ടാക്കി വെച്ചത് കൊണ്ട് ഇയാൾ ജീവിക്കേണ്ട ആവശ്യം എന്താ? എന്റെ ആവശ്യമില്ല. അത്രേ ഉള്ളു, അത്രയും ന്യായമേ ഉള്ളു തനിക്ക്, വേറെ ന്യായമൊന്നുമില്ല. അല്ലാതെ ഇയാൾ ഈ നന്മയും തിന്മയൊന്നും പറയരുത്. അപ്പൊ സാറ് പറയുന്നത് സാത്താൻ സേവ ദൈവവിശ്വാസികൾ നല്ല ഒരു സാധനമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ നമ്മൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അധികാരമുള്ളവരും ബലമുള്ളവരും ചെയ്യുമ്പോൾ ശരിയും അധികാരമുള്ളവർ ചെയ്യുമ്പോൾ ശരിയും അതിനെ എതിർക്കുന്നവർ തെറ്റുകാരുമായിട്ട് നിൽക്കുന്ന ലോകമാണുള്ളത്.